ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് പാലാട. അപ്പം എങ്ങനെയാണ് നമുക്ക് പാലാട ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ പാവാടയല്ല പാലട റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിത് ഒരു ഗ്ലാസ് പച്ചരി, ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഇതേ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. തലേദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. പിന്നെ ഇത് ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്കിനി ആദ്യം ഈ പച്ചരിയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിനകത്ത്. നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഒരു മുട്ട ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2-3 ഗ്ലാസ്സൊക്കെ ഇടുവാണെങ്കിൽ നമ്മളതനുസരിച്ച് നമ്മൾ മുട്ട ചേർക്കണം. നമുക്കിത് ഇത്ര ഇട്ട് ആവശ്യത്തിനൊക്കെ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ആദ്യമേ ഒഴിക്കരുത്. നമ്മളിങ്ങനെ ഒന്ന് അടിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ. ഇനി ഈ മുട്ടയും കൂടെ ഒഴിച്ച് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഇത് എങ്ങനെ നമ്മുടെ മുട്ടയും ഉപ്പും എല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ആ മിക്സിയുടെ ജാറെല്ലാം കൂടെ കഴുകിയ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു കണ്ണകലമുള്ള അരിപ്പയ്ക്കകത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാവേ. ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് വേണം നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതുപോലൊരു കണ്ണകലമുള്ള മുഴുത്ത ഒരു അരിപ്പ വേണേ. അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചതേ നല്ലപോലെ ഒന്ന് മൊത്തം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അതിനകത്തേക്ക് പോകുന്നുള്ളൂ. അതിൻ്റെ തേങ്ങയുടെ ആ തരിയും ഒക്കെ ഇല്ലാതെ നമുക്കിതൊന്ന് അരിച്ച് ഇനി തീരെ അങ്ങ് തിക്കായിട്ടിരിക്കുമെന്ന് തോന്നി ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് അരിച്ചെടുത്താൽ മതിയേ. നമുക്കിത് മൊത്തം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ മൊത്തം ഇങ്ങനെ അരിച്ചൊഴിച്ച് കഴിയുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത്രയും പിശുതായിട്ട് കിട്ടും. ഇത് വേണേൽ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പാലാടയ്ക്കുള്ള മാവെല്ലാം അരച്ചത് ഈ ഒരു ഇതിലെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാവേ. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് നമ്മുടെ പാലാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് ഒരു ശകലം നോൺ സ്റ്റിക്കാണ്, ഞാനൊരു ശകലം എണ്ണയൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടെങ്ങാനും അത് വിട്ട് പോരാതിരിക്കുമെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഓരോ തവി ഇതുപോലെ ഈ ഒരു ലൂസായിട്ട് നമുക്ക് കിട്ടണം. നല്ലപോലെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ഓരോ തവി ഒഴിച്ച് നമ്മൾ ഈ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഓരോ തവി എടുത്തൊഴിച്ച് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. എല്ലായിടത്തും ഒന്ന് ആക്കി വരണം. ഇനി അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒത്തിരി പാനങ്ങ് ചൂടായി നമ്മുടെ പോകരുത്. നമ്മൾ ഈ നീർദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പാലാട റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ നമുക്കിത് ഓരോന്നോരോന്നിങ്ങനെ ഇതിനെടുത്തിട്ട് ഇതുണ്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് നല്ലപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് വെക്കാവേ. ഇതുപോലെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഒന്ന് ചുട്ടെടുക്കാവേ. വീണ്ടും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതും ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാവേ. അങ്ങനെ നമ്മുടെ പാലാട മൊത്തം നമുക്കൊന്ന് ചുട്ടുകൊണ്ട് വരാം. എളുപ്പമാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പൊട്ടിപ്പോയതൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഹൈ ചൂടിട്ട് എടുക്കാതിരുന്നാൽ മതിയേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലാട റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നീർദോശയാണ് തെറ്റിദ്ധരിക്കുക. അതുപോലെ തന്നെ ഇത് കണ്ട് ഇങ്ങനെയാണ് സംഭവം. ഞാൻ എടുത്ത് വെച്ചിട്ട് നല്ല കനം കുറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ അങ്ങോട്ടൊരു ഷേപ്പിന് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒന്നൊന്നേരം ഒട്ടി പിടിക്കുമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കിയെന്നേ ഉള്ളതുകൊണ്ട് എന്ത് സോഫ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയതുകൊണ്ട് നല്ല അടിപൊളിയാണ്. ഒട്ടും പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇപ്പോൾ തണുത്തിട്ടാണ് നല്ല ഷേപ്പായിട്ടെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുമേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെന്നും ഈ വെറൈറ്റി അപ്പവും ദോശയും പുട്ടും ഒക്കെ ആകുമ്പോൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.